ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുന്ന റോഡ് കൊടുങ്ങൂർ പാല റൂട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് അടിമാലി വഴി മൂന്നാർ, മറയൂർ, ചിന്നാർ വഴി ഒരു ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബൈക്കിലാണ്. അതുകൊണ്ടാണ് തലേ ഹെൽമെറ്റ് വെച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ റൂട്ടിലൊരു പ്രത്യേകതയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടും ചന്ദനക്കാട്, ആരും അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലോസ് വ്യൂവും ചന്ദനമരം എങ്ങനെയാണ് നിൽക്കുന്നതെന്നും, ചന്ദനമരത്തിൻ്റെ ഒരു കാട് തന്നെയാണ്. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. നമ്മുടെ കൺവെഴുത്താൽ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസറൊക്കെയാണ്. ഷെഹിൻ സുൽത്താൻ എന്നാണ് പേര്. പുള്ളിയുടെ ആൽബത്തിൻ്റെ ലൊക്കേഷൻ കാണലും ഒക്കെ ഇതിൻ്റെ കൂടെ നടക്കും. അതുപോലെ തന്നെ എല്ലാവരും ഈ യാത്ര ആദ്യം മുതൽ അവസാനം വരെ കാണുക. ചന്ദനക്കാട് കണ്ടിട്ടില്ലാത്തവർക്ക് ചന്ദനക്കാട് ഒക്കെ കൂടെ ഒന്ന് കാണാം. വെൽക്കം ബാക്ക് മല്ലൂലാൻഡ്. ഐ ആം വിഷു ഗംഗാധർ. നമ്മൾ അടിമാലി മൂന്നാർ റോഡിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. കയറിപ്പോകുന്നവരെല്ലാം നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. മൊത്തം തേയിലക്കാടും മഞ്ഞ് വിരിച്ച മലനിരകളും ഒക്കെ ഇങ്ങനെ ദൂരത്തായി നമുക്ക് കാണാം കേട്ടോ. ഇവിടെ താഴോട്ട് ശരിക്കും തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാം. പൈൻ മരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അടിമാലി മൂന്നാർ റൂട്ടിൽ പള്ളിവാസലിലാണുള്ളത്. പള്ളിവാസൽ ജംഗ്ഷനിലായിട്ട് നമുക്ക് കാണാം ഇതുപോലൊരു പൈപ്പ് ഇങ്ങനെ മുകളിലേക്ക് പോയേക്കുന്നത്. മുകളിൽ മലയുടെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു കവാടം പോലൊരു സംഭവം കാണാം. ഇതാണ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. 1940 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സ്റ്റേഷൻ വരുന്നത് മുതിരപ്പുഴയാറിൻ്റെ തീരത്തായിട്ടാണ് ഇതിൻ്റെ പവർ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്നാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. 1940 കേട്ടോ ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഈ മലയുടെ ഉള്ളിലായിട്ടാണ് ഈ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പവർ പ്ലാന്റാണ് പള്ളിവാസൽ ഈ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതുപോലെ തന്നെ 37.5 മെഗാവാട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി.
രാത്രിയിലെ മൂന്നാറിൻ്റെ മണ്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ. പകലെന്നാൽ ഈ വ്യൂ കിട്ടില്ല, രാത്രിയിലാണ് നമുക്ക് ഈ വ്യൂ കിട്ടുന്നത്. നേരിട്ട് കാണാൻ വളരെ മനോഹരം. നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല മഴയുണ്ട്. ഈ കാണുന്നതാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലപ്രദേശമാണ് ഇതൊക്കെ. നീലക്കുറിഞ്ഞ് പൂത്ത സമയമാണിത്. പക്ഷേ നീലക്കുറിഞ്ഞ് ഉള്ളിലൊക്കെ പൂത്തിട്ടുള്ളൂ, പുറമേ ഒന്നും ഇതുവരെ പൂത്തിട്ടില്ല. മഴ പെയ്യുന്നത് കൊണ്ട് നീലക്കുറിഞ്ഞിക്ക് ഒരുപാട് നാശം സംഭവിച്ചിട്ടുമുണ്ട്. നമ്മളീ കാണുന്നത് മൂന്നാറിലെ ഗ്രാമപ്രദേശമാണ്. ഒരുപാട് പേരും ബ്ലോഗർമാരും ഒക്കെ മൂന്നാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത്ര വിശാലമായിട്ടൊന്നും മൂന്നാറിനെ നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് പാസ് അത്രയേ ഉള്ളൂ. പച്ചപ്പരവതാനി വിരിച്ച കണക്ക് കിടക്കുകയാണ് അതിമനോഹരമായി. നമ്മളീ പോകുന്ന റോഡ് മൂന്നാറിന്ന് മറയൂരേക്കുള്ള റോഡാണ്. ചെറിയ റോഡാണ്, ഒരുപാട് കൊടും വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡ്. ഒരുപാട് പേരൊന്നും ഇതുവഴി സഞ്ചരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അധികം വ്ലോഗുകളൊന്നും കണ്ടിട്ടില്ല. ഒരു KSRTC ഇങ്ങനെ കയറി പോകുന്നുണ്ട് തേയിലക്കാട്ടിനിടയ്ക്കൂടെ. നമ്മൾ കുറേ ദൂരേക്ക് മുകളിലേക്ക് കയറി വന്നപ്പോൾ ആനമുടി ഇങ്ങനെ കാർമേഘത്തിൽ മഞ്ഞിൽ പുതച്ചിങ്ങനെ നിൽക്കുന്നു. സൂപ്പർ വ്യൂ. അതിൻ്റെ താഴ്വാരം കിടക്കുന്നുണ്ട്, കുരങ്ങുകളും ഇഷ്ടം പോലെ സംഭവങ്ങൾ. തേയിലത്തോട്ടം കാണാൻ ഭയങ്കര മനോഹരമാണല്ലേ. കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. ഇവിടെ ഉള്ളവർക്ക് തേയിലത്തോട്ടം എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി പുച്ഛമാണ് കേട്ടോ. ആനമുടിയെ ഞാൻ ഫോക്കസ് ചെയ്യാൻ നോക്കിയാണൊക്കെ ഒരു രക്ഷയില്ല. ആനമുടി ഫുള്ളും മഞ്ഞിനകത്ത്, കാർമേഘം പോലെ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിനകത്താണ്. അങ്ങനെ നമ്മൾ ആനമുടി വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട്, ഇത് റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. ആനമുടി അതുപോലെ പറഞ്ഞ പോലെ തന്നെ ആനമുടി വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ ഗുണ്ടുമലയ്ക്കടുത്ത് ഇതുപോലൊരു മനോഹരമായൊരു സ്ഥലം നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം കണ്ണൻ ദേവൻ ടീയുടെ മലനിരകളാണ് കേട്ടോ. അവരാണ് ഈ ഫുള്ള് തേയില കൃഷികൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മണ്ടയൊക്കെ വെട്ടി ഇങ്ങനെ വിട്ടിരിക്കുകയാണ് പുതിയ തളിര് വരാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായൊരു സ്ഥലം കേട്ടോ. നമുക്കിവിടെ നിന്നൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും ഇവിടുന്ന്. ആ കാണുന്നത് റോഡാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്.
അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മൂന്നാറിൽ നിന്ന് നേരെ മറയൂരിലേക്ക് കയറാൻ പോവാണ്. ഇനിയാണ് നമ്മൾ ചന്ദനക്കാട്ടിനടക്കൂടെയുള്ള യാത്ര. ചന്ദനമരങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് പ്രയോജനകരമാകും. അധികം വിശദീകരിക്കുന്നില്ല, നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. ഇരിക്കുന്നതാണ് ചന്ദനമരം. ഇത് ഫുള്ള് മുള്ളൊക്കെ വെച്ച് വരിഞ്ഞ് റോഡ് സൈഡിലുള്ളത് കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇതാണ് കേട്ടോ ചന്ദനമരം. നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ മരങ്ങൾ നമുക്ക് കാണാം. ഈ കമ്പിവേലിക്കകത്ത് നിൽക്കുന്നതെല്ലാം ചന്ദനമരങ്ങളാണ് കേട്ടോ. ഇവിടെ വണ്ടി നിർത്താനോ അതുപോലെ ഇറങ്ങി നടക്കാനോ ഒന്നും പാടില്ലാത്തതാണ്, അവരനുവദിക്കില്ല. ഈ സൈഡിലെല്ലാം നിപ്പുണ്ട് ചന്ദനമരങ്ങൾ. ഈ റോഡ് സൈഡിൽ കമ്പിവേലിക്ക് വെളിയിലായിട്ടുള്ള എല്ലാം അവർ ഇതേപോലെ മുള്ളൊക്കെ, ഈ കമ്പി മുള്ളൊക്കെ വെച്ച് ചുറ്റിക്കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. ഈ കമ്പിവേലിക്കകത്ത് നിൽക്കുന്നതെല്ലാം ചന്ദനമാണ്. ഇഷ്ടം പോലെ ചന്ദനമരങ്ങളാണ്. ഈ ഒരു വണ്ണത്തിലും പരുവത്തിലും ആയി വരാൻ തന്നെ എന്തുമാത്രം വർഷങ്ങൾ എടുക്കുമെന്നറിയാം. ഒരുപാടെണ്ണമുണ്ട്. മൊത്തം റോഡിന് ഇരുവശം മൊത്തം ചന്ദനമരങ്ങളാണ്. പടുകൂറ്റൻ ചന്ദനമരങ്ങൾ മുതൽ ചെറിയ തൈകൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ചന്ദനം മാത്രമുള്ള റിസർവ് ഫോറസ്റ്റ് ആണ്. ലാഗ് പോകുമെന്നൊന്ന് പേടിക്കാൻ പറ്റും. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഗ്രില്ലിനകത്ത്, ഈ കമ്പിവേലി കെട്ടിയേക്കുന്നതിനകത്ത് നിൽക്കുന്ന എല്ലാം ചന്ദനമരങ്ങളാണ് കേട്ടോ. വേലിക്ക് പുറത്ത് നിൽക്കുന്ന കുറേ മരങ്ങളുണ്ട്, അതിലൊക്കെ കമ്പി ചുറ്റി ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം മരങ്ങളല്ലേ. റോഡും അടിപൊളി റോഡാണ്. നല്ല തണുപ്പുണ്ട്, അതുപോലെ നല്ല മണമുണ്ട്. ചന്ദനത്തിൻ്റെ മണമാണെന്ന് തോന്നുന്നു. ഇവിടെ കാണാൻ വരുന്നവരൊക്കെ വരിക, ഇതുപോലെ കണ്ട് ആസ്വദിക്കുക, തിരിച്ച് മടങ്ങി പോവുക. അല്ലാതെ വേസ്റ്റുകളും വാരിയിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണവസ്തുക്കൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആരും പോകരുത് കേട്ടോ. പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് വേസ്റ്റ് നിക്ഷേപിക്കുക. എല്ലായ്പ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളൊരു കാര്യമാണ്. ഇവിടെ ആണ് അക്രമകാരികളായ കുരങ്ങന്മാരുള്ളൊരു സ്ഥലവും കൂടെയാണ് ഈ മറയൂർ ചന്ദനക്കാട്. എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും എടുത്തോണ്ട് പോകും, എന്ത് സാധനമായാലും. ബസ്സൊക്കെ വരുമ്പോൾ ഇവിടുന്ന് പളനിക്ക് പോകുന്ന ബസ്സുകളുണ്ട് ഈ റൂട്ടിൽ. ആ ബസ്സിൽ വരുന്നവരെല്ലാം ഷട്ടർ അടച്ചിട്ടിട്ടാണ് അതിനകത്തിരിക്കുന്നത്. വലിയ ചന്ദനമരങ്ങളൊക്കെ ഇങ്ങനെ ഒടിച്ച് കിടപ്പുണ്ട്. നമ്മൾ ചന്ദനക്കാടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് മറയൂർ ടൗൺ. നമ്മൾ മറയൂർ ചന്ദനക്കാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ കാട്ടിനുള്ളിൽ അങ്ങ് അടിവാരത്ത് ഒരു വലിയ വെള്ളച്ചാട്ടം. ഭയങ്കര വെള്ളച്ചാട്ടമാണ്, വലിയ വെള്ളച്ചാട്ടമാണത്. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മലമുകളിൽ കോട വിരിച്ച് ഇങ്ങനെ കിടക്കുന്നു. മനോഹരമായൊരു സ്ഥലം കേട്ടോ, അടിപൊളി.
വലിയ വെള്ളച്ചാട്ടമാണത്. നമ്മൾ ഇത്രയും ദൂരത്ത് നോക്കുന്നതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കാട്ടിന് നടുവിലല്ലേ, ആലോചിച്ച് നോക്കിയാണ്. കിടിലം വെള്ളച്ചാട്ടം. നമ്മൾ മറയൂരും കഴിഞ്ഞ് കുറേ ദൂരം വന്നപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗം താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി മുതുമലയാറായിട്ട് തമിഴ്നാട്ടിലേക്ക് ഒഴുകി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ വെള്ളത്തിൻ്റെ എരമ്പൽ ശബ്ദം ഇവിടെ വരെ കേൾക്കാം. ആ മുകളിലോട്ടൊക്കെ കാണുന്ന മലയാളം എന്നൊക്കെ പറഞ്ഞാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് കേട്ടോ. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാനോ മയിലോ ആനയോ കടുവയോ പുലിയോ ഒക്കെ നമുക്ക് കാണാം. അവിടുന്ന് കുറേ ദൂരം ഇങ്ങോട്ടെത്തപ്പോൾ ചിന്നാറ് വനത്തിനുള്ളിലുള്ള ഈ റോഡാണ്. ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഇപ്പോഴെങ്ങാണ്ട് നടന്നതാണ്. കർണാടക രജിസ്ട്രേഷൻ ഒരു I-20. സൈഡ് കൊടുത്തപ്പോൾ സ്പീഡ് കൂടുതലായിരുന്നു കാണും. ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് കാറ് താഴെ കുഴിയിലോട്ടും പോയി. ഇവിടെ റോഡിന് വളരെ വീതി കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 വണ്ടി നൂലെ പിടിച്ച് വേണം ഓടിക്കാൻ. ഈ വണ്ടിയുടെ 2 വണ്ടിയുടെ റൈറ്റ് സൈഡ് തകർന്നിരിക്കുകയാണ്. ആ വണ്ടിയും കുഴിയിൽ പോയി. ഇത് കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആൾക്കാർക്കൊക്കെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, അത്ര വലിയ അപകടമൊന്നുമല്ല, ചെറിയ അപകടമാണ്. അപ്പോൾ നമ്മൾ മറയൂർ ചന്ദ്രക്കാട്ടിൽ കൂടെയൊക്കെ മഴയൊക്കെ കുറേ നനഞ്ഞ് അവിടെ നിർത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്നതിന് പരമാവധി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ചിന്നാറാണ്. ചിന്നാറിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടാ സഞ്ജേട്ടാ? പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അത് 2 വീലറിൽ തന്നെ വരണം, എന്നാലേ നമുക്കത് തികച്ചും അറിയാൻ പറ്റുള്ളൂ. നല്ല മഴയും തണുപ്പും കോരിച്ചെരിയുന്ന മഴയും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അതുവഴി വരുന്നവർ മാക്സിമം ബൈക്കിൽ വരാൻ നോക്കുക, മഴയില്ലാത്ത സമയങ്ങളിൽ വരാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ.